അമേരിക്ക വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് അമേരിക്കയുടെ എല്ലാ മുന്നേറ്റത്തെയും വളർച്ചയെയും ഒക്കെ തടഞ്ഞിരിക്കുന്നത്. കൂനിന്മേൽ കുരു എന്നതുപോലെ ട്രംപിൻ്റെ തലതിരിഞ്ഞ നയങ്ങൾ കൂടിയായപ്പോൾ അമേരിക്കയ്ക്ക് ശ്വാസം മുട്ടുകയാണ്. ജീവവായുവിന് വേണ്ടി അമേരിക്ക പിടയുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ലോകത്തിലെ വൻ ശക്തി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. എന്താണ് ഈ പ്രതിസന്ധി എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഈ ധനബില്ല് അവതരിപ്പിക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നതാണ് അമേരിക്കയെ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്ക ഒരു ഷട്ട് ഡൗണിലാണ്. വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിൽ തുടങ്ങി ഭക്ഷ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ സർക്കാർ ഫണ്ടിങ് നിലച്ചിരിക്കുകയാണ്. തൊഴിലാളികളെ എല്ലാ മേഖലയിലും, അത് ഈ പറഞ്ഞതുപോലെ വിമാന സർവീസ് ആകട്ടെ, ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഈ ഭക്ഷ്യസുരക്ഷ വരെയുള്ള എല്ലാ മേഖലയിലും തൊഴിലാളികളെ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. തൽഫലമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന അവസ്ഥയിലാണ്. അതായത് മെല്ലെ പോക്ക് എല്ലാ മേഖലയിലും ദൃശ്യമാണ്. ഒരു ദിവസം, അതായത് കഴിഞ്ഞ ദിവസം, ഞാൻ ഈ വിമാന സർവീസിൻ്റെ കാര്യം പറയുന്നത്, വിമാന സർവീസുകളുടെ എണ്ണം അനുസരിച്ച് നമുക്കൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് നമുക്കൊരു ഊഹം കിട്ടും. ഒരു ദിവസം 1000 സർവീസുകളാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെട്ടിക്കുറച്ചത്, വിമാന സർവീസുകൾ. ഇന്ന് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഈ 750 സർവീസുകൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതും 1000 എത്തും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ അമേരിക്കൻ സെനറ്റിൽ ഈ ബില്ല് പാസ്സാകണം. അതായത് സർക്കാരിൻ്റെ കയ്യിലുള്ള പണം, സർക്കാർ പണം ഓരോ വകുപ്പുകൾക്കും ചെലവഴിക്കാൻ വേണ്ടി വീതിച്ച് നൽകുന്നതാണ്. അത് ഈ ധനബില്ല് ഓരോ മേഖലയിലേക്കും, ഓരോ വകുപ്പുകളിലേക്കും, അല്ലെങ്കിൽ ഓരോ മന്ത്രാലയങ്ങളിലേക്കുമുള്ള കൃത്യമായ ഫണ്ടിങ്ങാണ്. അത് ഇക്കുറി പാസ്സാക്കിയിട്ടില്ല. 39 ദിവസമായിട്ട് അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. 39 ദിവസമായി അമേരിക്ക ഷട്ട് ഡൗണിലാണ് എന്ന് തന്നെ പറയാം. ട്രംപിൻ്റെ ഒന്നാം ഭരണകാലത്ത് ഇത് 35 ദിവസം നീണ്ടു നിന്നിരുന്നു. അന്നും ഇതുപോലെ ചില പ്രശ്നങ്ങൾ കാരണം ഇത് പിടിച്ചു വയ്ക്കപ്പെട്ടു. അന്ന് ഈ മെക്സിക്കൻ അതിർത്തി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അതിർത്തിയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് ധനബില്ല് പിടിച്ചു വെച്ചത്. ഈ ധനബില്ല് പാസ്സാകണമെങ്കിൽ 60 വോട്ടുകൾ സെനറ്റിൽ വേണം. ഏതാണ്ട് 53 വോട്ടുകളാണ് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കുള്ളത്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ 53 വോട്ടുകളാണുള്ളത്. ഡെമോക്രാറ്റുകൾക്ക് 40 വോട്ടുകളുണ്ട്. ഇപ്പോൾ ഡെമോക്രാറ്റുകൾ കൂടെ സഹകരിച്ചാൽ മാത്രമേ ഈ ബില്ല് പാസ്സായി വരികയുള്ളൂ. അതേസമയം ഇതിനൊരു പേര് തന്നെയുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ ബില്ല് പാസ്സാക്കി എടുക്കുന്നതിന്, ആ നടപടിക്രമത്തിനൊക്കെ പറയുന്നത് ഫിലിബസ്റ്റർ ചട്ടം എന്നാണ്. അതായത് സർക്കാരിൻ്റെ വിവിധ മന്ത്രാലയങ്ങളുടെ ചെലവുകൾക്കുള്ള പണം അത് അനുവദിച്ചുകൊണ്ട് സെനറ്റിൽ പാസ്സായി വരണം. ആ ബില്ല് അവതരിപ്പിച്ച് നമ്മുടെ നിയമസഭയിലൊക്കെ നടക്കുന്നത് പോലെ, പാർലമെൻറ്റിലൊക്കെ നടക്കുന്നത് പോലെ ബജറ്റ് അലോക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ധനബില്ല് ചർച്ചയ്ക്ക് വരും. ഓരോ മന്ത്രാലയത്തിനെയും സംബന്ധിച്ചുള്ള ധനബില്ലുകൾ നമ്മൾ ഉപധനാഭ്യർത്ഥന ചർച്ച എന്നൊക്കെ കേൾക്കാറുണ്ട് വാർത്തയിൽ. ഇത് അതുപോലെ തന്നെയാണ്. അവിടെ പ്രൊസീജിയറിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. അത്തരത്തിൽ ഈ സെനറ്റിൽ ഇത് ചർച്ചയ്ക്ക് വന്നാൽ, നിലവിൽ അത് പലതവണ അവിടെ ചർച്ചയ്ക്ക് എടുത്തെങ്കിലും ഇത് പാസ്സാകുന്നില്ല. ഈ പറഞ്ഞതുപോലെ സർക്കാരിന് ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ വകുപ്പും ചട്ടവും അനുസരിച്ച് 60 വോട്ടുകൾ വേണം, എങ്കിലേ ഇത് പാസ്സാകുകയുള്ളൂ. ഇവർക്ക് ഭൂരിപക്ഷമുള്ള സർക്കാരിന് 53 വോട്ടേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ട്രംപ് സെനറ്റർമാരോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ ചട്ടം തന്നെ അങ്ങ് എടുത്ത് കളാൻ, ഇതിൻ്റെ ആവശ്യമില്ല, സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്, അപ്പോൾ ഭൂരിപക്ഷം ഉപയോഗിച്ച് ധനബില്ല് പാസ്സാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മിനിമം ഇത്ര വോട്ട് വേണം എന്നൊക്കെ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണമെങ്കിൽ അത് പാർലമെൻറ്റിൻ്റെ 2 സഭകൾ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും 3/2 ഭൂരിപക്ഷം വേണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ, രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ ഒക്കെ 3/2 ഭൂരിപക്ഷം വേണം. 3/2 വോട്ടുകൾ അവിടെ കിട്ടണം, എങ്കിലേ അതൊക്കെ ചർച്ചയ്ക്ക് പോലും എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഇത്
ഇവിടെ ഈ 60 വോട്ട് വേണം എന്നുള്ളതാണ് ഇവിടുത്തെ അമേരിക്കയിലെ നിയമം. ആ നിയമം എടുത്തു കളയണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് സെനറ്റർമാരോട് അദ്ദേഹം പല തവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും വളരെ കൃത്യമായ ഒരു ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ട്രംപ് പലപ്പോഴും നമുക്കറിയാമല്ലോ, വളരെ തലതിരിഞ്ഞ നയമാണ് ട്രംപ് പുലർത്തുന്നത്. ഈ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ തന്നെ 4.2 കോടി 4.2 കോടി ആളുകൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യസഹായം, അതായത് പോഷകാഹാര പദ്ധതി, പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് മുടങ്ങിപ്പോകും എന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് ട്രംപ് ഇപ്പോൾ കോടതിയിലൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്റ്റേ, അതായത് ട്രംപ് കൊടുത്തിരിക്കുന്ന ചില സ്റ്റേകളെ വെക്കേറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വേറൊരു വിഭാഗം കോടതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുകയാണ് ഈ വിഷയം. ഈ വിമാന സർവീസിലേക്ക് തിരിച്ചു വന്നാൽ 10% വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 40 തിരക്കേറിയ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണം തൊഴിലാളികളുടെ അഭാവമാണ്. അത് വിമാന സർവീസുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ ഇത് ദൃശ്യമാണ്. ഈ അത്തരം മേഖലകളെല്ലാം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് കഴിഞ്ഞ 39 ദിവസമായി അവരുടെ വകുപ്പിൻ്റെ, മന്ത്രാലയത്തിൻ്റെ ചെലവുകൾ നടത്തിക്കൊണ്ടുപോകാനുള്ള പണം ലഭിക്കുന്നില്ല. മാത്രമല്ല, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ സെനറ്റിൽ ഇത് പാസ്സായി വന്ന്, ധനബില്ല് പാസ്സായി വന്നാൽ മാത്രമേ ഫണ്ട് ഇങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കും. ആ ഖജനാവിലിരിക്കുന്ന പണം കൃത്യമായിട്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബാങ്കിലിരിക്കുന്ന പണം കൃത്യമായിട്ട് ഓരോരോ മന്ത്രാലയങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് വരണം. അത് തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. ട്രംപ് പറയുന്നത് ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പണ്ട് ഞാൻ 35 ദിവസം ട്രഷറി പൂട്ടിയിട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഷട്ട് ഡൗൺ ആയിപ്പോയി അമേരിക്ക. ഇപ്പോൾ 39 ദിവസമായി, അതിനെന്താ, സാരമില്ല, അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വളരെ നിസ്സാരവൽക്കരിച്ചാണ് ട്രംപ് ഇതിനെ കാണുന്നത്. പക്ഷേ ട്രംപ് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് ട്രംപിനും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ട്രംപ് ചെയ്യുന്നത്. ഈ പെട്ടെന്ന് ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെയുള്ള ഈ ഇറക്കുമതി തീരുവ കൂട്ടുന്നതും, ഇരട്ടച്ചുങ്കം ചുമത്തുന്നതും, റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതും, യുദ്ധത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് കരുതിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അമേരിക്കയിലെ മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധർ വളരെ നേരത്തെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഒരു കാരണവശാലും ഇടയരുത്. കാരണം ചൈന ഒരു മികച്ച സുഹൃത്തല്ല, വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തല്ല. അതേസമയം ഇന്ത്യ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇന്ത്യയെ ഏത് കാലത്തും വിശ്വസിക്കാം. ഇന്ത്യ ഒരിക്കലും ചതിക്കില്ല. ഈ ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. ഇതൊക്കെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടും ട്രംപ് ഇന്ത്യയോടുള്ള നയത്തിൽ വ്യത്യാസമൊന്നും വരുത്തിയില്ല. വളരെ കർക്കശമായ രീതിയിൽ ഇരട്ടച്ചുങ്കം ചുമത്തുകയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയും ദുരിതം മുഴുവനും പേറേണ്ടത് അമേരിക്കൻ ജനതയാണ്. അത് ഒരു വലിയ സത്യമാണ് എന്ന് ട്രംപിനും അറിയാം. പക്ഷേ ട്രംപ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറാകുന്നില്ല. എന്തായാലും ഈ ധനബില്ല് പാസ്സാകാതെ ഇരിക്കുന്നത് കൊണ്ട് അമേരിക്ക ഇന്ന് നേരിടുന്ന പ്രശ്നം വളരെ വലുതാണ്. 39 ദിവസങ്ങളായിട്ട് സർക്കാർ വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ ഒക്കെ ഈ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ജനങ്ങൾക്ക് അത്യാവശ്യം സേവനം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉദാഹരണത്തിന് ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ ഇൻഷുറൻസിന് കൊടുക്കുന്ന സബ്സിഡി അത് വെട്ടിച്ചുരുക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് നിലനിർത്തണമെന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത്. അതിനെ ചൊല്ലിയാണ് ഈ ധനബില്ല് പാസ്സാകാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾ ഈ കാര്യത്തിൽ ട്രംപ് വിട്ടുവീഴ്ച ചെയ്താൽ, അതായത് ഈ ആരോഗ്യ ഇൻഷുറൻസിലെ സബ്സിഡി തുടർന്നാൽ, അത് നിലനിർത്തിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യാം, അങ്ങനെയെങ്കിൽ ധനബില്ല് പാസ്സാവും. അപ്പോൾ ഇവിടെ ധനബില്ല് പാസ്സാകണമെന്ന് ട്രംപിന് വലിയ നിർബന്ധമൊന്നുമില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ശമ്പളം കിട്ടിയില്ലേ, തൊഴിലാളികൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടിയില്ലേ, വേണ്ട, വാങ്ങിക്കണ്ട, നിങ്ങൾ പോയി സമരം ചെയ്തോ, ഇതാണ് ട്രംപിൻ്റെ നയം.
ട്രംപ് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ കടുംപിടുത്തവുമായിട്ട് നിൽക്കുന്നു. അപ്പുറത്ത് ഡെമോക്രാറ്റുകളും അതുപോലെ തന്നെ ഞങ്ങൾ വോട്ട് ചെയ്ത് ധനബില്ല് പാസ്സാക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും ഇത് അമേരിക്ക ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഇതിനി എത്ര ദിവസം തുടരും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.